നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ആശുപത്രിയിലേക്ക് കുട്ടികൾക്കുള്ള നെബുലൈസേഷൻ മരുന്നുകൾ കൈമാറി. പാറളം പഞ്ചായത്തിലെ വിവിധ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷി മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരനും അമ്മാടം സ്വദേശിയുമായ പ്രൊഫസർ KK ഹിരണ്യൻ അന്തരിച്ചു. നാട്ടിക MLA CC മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തണൽ അംഗൻവാടിയുടെ ഉദ്ഘാടനം MLA CC മുകുന്ദൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിനോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ആശുപത്രിയിൽ വരുന്ന കുട്ടികൾക്കുള്ള നെബുലൈസേഷൻ മരുന്ന് വിതരണം നടത്തി. ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 1 വർഷത്തേക്കുള്ള മരുന്നാണ് ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള നീതി മെഡിക്കൽസിൽ ക്രമീകരിച്ചിരിക്കുന്നത്. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ 1ാം വാർഷികം നാളെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഗ്രാമാന്തരങ്ങളിൽ മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ദിവസം നാളെയാണ്. പക്ഷേ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹം മരിച്ചതിന് ശേഷം, അദ്ദേഹം നമ്മിൽ നിന്ന് വേർപെട്ടു പോയതിനു ശേഷം ഈ സംസ്ഥാനത്ത് വ്യാപകമായി കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ശൃംഖലയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്ത് വ്യാപകമായ കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കേരളത്തിലെ സാമൂഹിക പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, മറ്റ് വിവിധ മേഖലകളിലുള്ള ആളുകൾ ഇന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത നിരവധി ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലുള്ളത്, ഉള്ളിലൂടെ കടന്നു പോകുന്നത്. ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, അമ്മാടം സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തുടങ്ങിയ ബന്ധം അദ്ദേഹം മരിക്കുന്നവരെ തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. അത് ഞാൻ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പോലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സാന്ത്വന വാക്ക് അതെപ്പോഴും നമുക്ക് മനസ്സിനെ പുതിയ ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ ശൃംഖലയായി നിലനിൽക്കുകയാണ്. ബാങ്ക് പ്രസിഡന്റ് N ഗോവിന്ദൻകുട്ടി മരുന്ന് ഏറ്റുവാങ്ങി. ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് KR സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ്, മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് KK കൊച്ചുമുഹമ്മദ്, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയൻ, അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി, ബാങ്ക് വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്, സെക്രട്ടറി KR പിയൂസ് എന്നിവർ സംസാരിച്ചു. ഗീത രതീഷ്, സെയ്തു മുഹമ്മദ്, അശോകൻ കൊണ്ടായിൽ, PV ജോൺസൺ, റീജ ജോണി, പ്രസാദ് കിഴക്കോട്ട്, ബഷീർ PA, നീതു മഹേഷ്, ജസ്ന ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാറളം പഞ്ചായത്തിലെ ഭാരതീയ ഗേദ് മസ്തൂർ യൂണിയൻ, തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ, വാസ JLG ഗ്രൂപ്പ് പള്ളിപ്പുറം എന്നീ കാർഷിക കൂട്ടായ്മ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. പള്ളിപ്പുറത്തെ വെള്ളിയാട്ട് വിനോദിനിയുടെ 1 ഏക്കർ 15 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. PB ഷാജൻ അധ്യക്ഷത വഹിച്ചു. KV ഇന്ദുലാൽ,
സുഭാഷ് മാരാത്ത, സുബിത സുഭാഷ്, സിബി സുരേഷ്, അക്ഷയ് ശങ്കർ, CS പവനൻ, AC അനിൽകുമാർ, ജെറി ജോസഫ്, വനജരാജൻ, PR കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. PO സൈമൺ, ഹാരിഷ് തേലാപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ പച്ചക്കറി ഉൽപ്പാദനം പ്രതിവർഷം ഏകദേശം 6.5 ലക്ഷം ടണ്ണായിരുന്നു. ഞാൻ കൃഷി വകുപ്പ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ അത് 19 ലക്ഷം ടണ്ണായിട്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇതുപോലെയുള്ള കാർഷിക പദ്ധതികളിലൂടെയാണ് നമ്മുടെ ഈ പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ആ പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് എല്ലാവരും നാട്ടിലെ ജനങ്ങൾ രംഗത്തിറങ്ങിയാലേ അത് നടപ്പാക്കാൻ കഴിയും. ഇപ്പോൾ പച്ചക്കറികൾക്ക് ഭയങ്കര വിലയാണ്. 1 കിലോ പച്ചക്കറി ഏത് ഐറ്റം എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കുമ്പളങ്ങ മേടിച്ചത് 60 രൂപയ്ക്കാണ്. 1 കിലോ കുമ്പളങ്ങ 60 രൂപ എന്ന് പറഞ്ഞാൽ അത് ആലോചിച്ച് 1 കിലോ കുമ്പളങ്ങ 60 രൂപ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? അത്ര വിലയാണ്. ചേന 120 രൂപയാണ്. കർക്കിടക മാസത്തിൽ ചേനയ്ക്ക് വില കൂടും നമുക്കറിയാം. എന്നാലും ഇത്രയും വില ഉണ്ടാകുന്ന കാലം ഉണ്ടായിട്ടില്ല. എല്ലാ സാധനങ്ങളിലും വില കൂടുന്നതിന് കാരണം ഉൽപ്പാദനം ഇല്ലാതായതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളിവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കാനും കഴിയും. പ്രശസ്ത സാഹിത്യകാരനും അമ്മാടം സ്വദേശിയുമായ പ്രൊഫസർ KK ഹിരണ്യൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ആനുകാലികങ്ങളിൽ ധാരാളം കഥ, കവിത, ലേഖനം എന്നിവ എഴുതിയിട്ടുണ്ട്. തൃശൂർ കേരളവർമ്മ കോളേജിലെ ആദ്യത്തെ SFI മാഗസിൻ എഡിറ്ററായിരുന്നു. അടിയന്തരാവസ്ഥ രക്തസാക്ഷി രാജന്റെ സുഹൃത്തായിരുന്നു. പുലർച്ചെ 4-ന് തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിനടുത്തുള്ള വാഴപ്പള്ളി ലൈനിലെ ശ്രദ്ധ കോംപ്ലക്സിലുള്ള വസതിയിലായിരുന്നു അന്ത്യം. സംസ്കാരം 4 മണിക്ക് അമ്മാടം പാർപ്പക്കടവ് കടവത്ത് ഉള്ളന്നൂർ മനവളപ്പിൽ നടക്കും. അന്തരിച്ച പ്രശസ്ത കവയിത്രി പ്രൊഫസർ ഗീത ഹിരണിനാണ് ഭാര്യ. ഡോക്ടർ ഉമ, ആനന്ദകൃഷ്ണൻ എന്നിവർ മക്കളാണ്. ചെർപ്പ് CNN സ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ KU ജാതദേവൻ നമ്പൂതിരി, ധനലക്ഷ്മി ബാങ്ക് റിട്ടയർഡ് മാനേജർ KU നാരായണൻ നമ്പൂതിരി എന്നിവർ സഹോദരങ്ങളാണ്. ഏറെ നാളായി രോഗബാധിതനായിരുന്നു. തൃശ്ശൂരിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരളത്തിലെ വിവിധ ഗവൺമെന്റ് കോളേജിൽ മലയാളം അധ്യാപകനായിരുന്നു. തൃശൂർ ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൽ പദവിയിലിരിക്കെയാണ് വിരമിച്ചത്. അമ്മാടം സെന്റ് ആന്റണീസ് സ്കൂളിലും തൃശൂർ കേരളവർമ്മ കോളേജിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ 2022-23 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തണൽ അംഗൻവാടിയുടെ ഉദ്ഘാടനം MLA CC മുകുന്ദൻ നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൽ ജലീൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VN മേനക, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷബീർ അബ്ദുൽ ഖാദർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി CA വർഗീസ്, AV ശ്രീവത്സൻ, മധു വാലപ്പറമ്പിൽ, TI ചാക്കോ, CPI പ്രതിനിധി EG ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് പ്രതിനിധി KB രാജീവ്, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട നിർമ്മാണ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനിത, ബ്ലോക്ക് പഞ്ചായത്ത് CDPO L രഞ്ജിനി, ICDS KB വസുമതി, തണൽ അങ്കണവാടി ടീച്ചർ ലിൻഡ KK എന്നിവർ സംസാരിച്ചു. 3 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ 12 സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിക്കുന്നതിന് MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി വെള്ളിയാഴ്ച ചുമതലയേൽക്കും. കളക്ടറായിരുന്ന VR കൃഷ്ണ തേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. അർജുൻ പാണ്ഡ്യൻ നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമാണ്. 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ, ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ, അട്ടപ്പാടി നോഡൽ ഓഫീസർ, ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ശബരിമല റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ, സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി, സാമൂഹ്യ സന്നദ്ധ സേന ഡയറക്ടർ, ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദം കരസ്ഥമാക്കിയ അർജുൻ പാണ്ഡ്യൻ ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ്. പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ്. ഡോക്ടർ അനുവാണ് ഭാര്യ. കയ്പമംഗലത്ത് കനത്ത മഴയിൽ അലങ്കാര മത്സ്യ യൂണിറ്റിന്റെ ഷെഡ് തകർന്നു.
വഞ്ചിപ്പുര ബീച്ചിൽ പ്രവർത്തിക്കുന്ന വ്യാസ ഹാച്ചറിയുടെ മേൽക്കൂരയും ചുമരുമാണ് തകർന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രമായി തുടങ്ങിയതാണ്. പിന്നീട് അത് അലങ്കാര മത്സ്യങ്ങളുടെ വളർത്തു കേന്ദ്രമായി മാറി. കനത്ത മഴയിൽ ആസ്പെറ്റോസ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ടാങ്കിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങളും ചത്തു. കൈതവളപ്പിൽ ജഗദീശിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹാച്ചറി. ഏകദേശം 2 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി പറയുന്നു. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ചന്തപ്പടിയിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് TG നിഖിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ, ജില്ലാ കമ്മിറ്റി അംഗം VV സുസ്മിത, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ അരുൺ ശിവജി എന്നിവർ സംസാരിച്ചു. ആഴ്ചകൾക്ക് മുമ്പ് ദുബായിൽ വെച്ച് കാറിനകത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട തൃശൂർ അരിമ്പൂർ സ്വദേശിയുടെ മൃതദേഹത്തിനായി കാത്തിരിപ്പിലാണ് കുടുംബം. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ പോസ്റ്റ്മോർട്ടം ചെയ്യാനാകൂ എന്നാണ് ദുബായ് പോലീസ് ബന്ധുക്കൾക്ക് നൽകുന്ന വിവരം. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തെക്കൂട്ട് അരുൺകുമാറിന്റെ മൃതദേഹമാണ് നൂലാമാലകളിൽ കുടുങ്ങി കിടക്കുന്നത്. മൃതദേഹം ഏത് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പോലും തങ്ങൾക്ക് അറിയാൻ സാഹചര്യമില്ലെന്നാണ് അരുണിന്റെ കുടുംബം പറയുന്നത്. തെക്കൂട്ട് സുകുമാരൻ്റെയും മത്സരയുടെയും 40 വയസ്സുള്ള അരുൺകുമാർ കഴിഞ്ഞ 20 വർഷക്കാലം മറ്റ് ദുബായിലാണ് ജോലി ചെയ്തു വന്നിരുന്നത്. ജൂലൈ 3-ാം തീയതി താമസ സ്ഥലത്തിനടുത്തുള്ള ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാറിൽ മരിച്ചിരിക്കുന്നതായിട്ടുള്ളതാണ് വിവരം ലഭിച്ചത്. ഈ 13 ദിവസമായിട്ടും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെ പുരോഗമിച്ചിട്ടില്ല. പ്രവാസി സംഘടനകളും മറ്റുള്ളവരും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പോലീസ് നല്ല റിപ്പോർട്ട് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടവും തുടർന്ന് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി ഇല്ലാത്തതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രോഗിയായ അമ്മയും അച്ഛനും സഹോദരനും കുടുംബാംഗങ്ങളും എല്ലാവരും നാട്ടുകാരും വളരെ വേദനയോടുകൂടിയിട്ടാണ് കഴിയുന്നത്. എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് വിനീതമായി ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. 20 വർഷത്തോളമായി അരുൺ വിദേശത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അവസാനമായി നാട്ടിൽ വന്നു മടങ്ങിയത് 2 വർഷം മുൻപ്. ദുബായിൽ ഇന്റീരിയർ ജോലി ചെയ്തു വരികയായിരുന്നു അരുൺ. സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം. ജൂലൈ 3-ന് അരുണിനെ അൽക്കരാമയിലുള്ള ഒരു റെസ്റ്റോറന്റ് മുൻവശത്ത് പാർക്കിംഗ് ഏരിയയിൽ കാറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വീട്ടുകാർക്ക് ലഭിക്കുന്ന വിവരം. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുള്ളതായി പറയുന്നു. ദുബായ് റീഫ സ്റ്റേഷനിലെ പോലീസാണ് കേസെടുത്തത്. ഫോറൻസിക് പരിശോധനയും നടത്തിയത്. മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയക്കാനായി അരുണിന്റെ സുഹൃത്തുക്കളും മലയാളി സംഘടനാ പ്രവർത്തകരും ശ്രമങ്ങൾ തുടരുകയാണ്. എന്നാൽ ഫോറൻസിക് പരിശോധന ഫലം ലഭിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ് മൃതദേഹം കണ്ടെത്തി 2 ആഴ്ച ആകാറായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായില്ലെന്നാണ് അരുണിന്റെ കുടുംബം പറയുന്നത്. മൃതദേഹം ഏത് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും തങ്ങൾക്കറിയാൻ സാധിച്ചില്ല എന്നും ഇവർ പറയുന്നു. അരുണിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് സഹോദരൻ അനൂപ് പറഞ്ഞു. എന്നാൽ മരണത്തിൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അരുണിന് ഭാര്യയും 4 വയസ്സായ മകളുമുണ്ട്. രോഗിയായ അച്ഛനും ക്യാൻസർ രോഗിയായ അമ്മയും മകന്റെ മുഖം അവസാനമായി കാണാൻ കാത്തിരിപ്പ് തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. പഞ്ചായത്തിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. നെടുമ്പാൾ തീരദേശം, ജൂബിലി നഗർ, തൊട്ടിപ്പാൾ, മാടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. 6 പേരെ തൊട്ടിപ്പാൾ KSUP സ്കൂളിലെ ക്യാമ്പിലേക്കും 9 പേരെ പന്തല്ലൂർ ജനതാ UP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മഴ ശക്തമായാൽ കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനു പറഞ്ഞു. പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളക്കെട്ട് നേരിടുന്നത്. നന്ദിക്കര സ്കൂൾ, പോക്കോത്ര സ്കൂൾ എന്നിവിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയതായും അധികൃതർ അറിയിച്ചു. ഇരിങ്ങാലക്കുട തഹസിൽദാർ C നാരായണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ AV വേണുഗോപാൽ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസർ പ്രീതി സതീശൻ എന്നിവരും വെള്ളപ്പൊക്ക പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കാട്ടുപന്നിയെ വേട്ടയാടി പിടിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. മാന്നാമംഗലം ധർബ ഭാഗത്തു നിന്നും കാട്ടുപന്നിയെ കെണിവെച്ച് പിടിച്ച 2 പേരെ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പിടികൂടി.
മാന്നമംഗലം ദർഭ സ്വദേശി നെല്ലിക്കാമലയിൽ പത്രോസ് മകൻ 49 വയസ്സുള്ള ഡോൺ, ആശാരിക്കാട് വട്ടം കണ്ടതിൽ ചാക്കോ മകൻ വർഗീസ് എന്ന് വിളിക്കുന്ന 61 വയസ്സുള്ള തങ്കച്ചൻ എന്നിവരെയാണ് പിടികൂടിയത്. ഡോണിന്റെ വീട്ടിൽ നിന്നും പന്നിയെ പിടികൂടാൻ ഉപയോഗിച്ച കേബിൾ കുരുക്കുകളും നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന ഈയക്കട്ടകളും കരിമരുന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ പ്രീജിക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് മാന്നമംഗലം സ്റ്റേഷനിലെ പ്രൊബേഷണറി റേഞ്ചർ ഓഫീസർ ഷിനു മുഹമ്മദ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം ഷാജഹാൻ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് MP സജീവ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ TU രാജ്കുമാർ, AN ഷിജു, KV ദീപു, KS ഷിജു, NB ധന്യ, CS അഞ്ജന, PA ജയൻ, പ്രിബിൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും എടത്തിരുത്തിയിൽ കൃഷിനാശം. 100ഓളം കുലച്ച വാഴകൾ ഒടിഞ്ഞു വീണു. ചന്ദ്രാപിനി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശി പള്ളിപ്പറമ്പിൽ സിദ്ദിഖ് എടത്തിരുത്തി മുനയം പ്രദേശത്ത് നടത്തിയിരുന്ന വാഴകൃഷിയും പച്ചക്കറി കൃഷിയുമാണ് നശിച്ചത്. 2.5 ഏക്കറോളം സ്ഥലത്ത് നടത്തിയിരുന്ന വാഴയിൽ 100ഓളം കുലച്ച നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണ നിലയിലാണ്. കൂടാതെ പടവലം, കയ്പ എന്നിവയും വെള്ളം കയറി നശിച്ചു. ഓണത്തിന് വിളവെടുക്കാൻ ലക്ഷ്യമിട്ട് 300ഓളം നേന്ത്രവാഴകളാണ് കൃഷിയിറക്കിയത്. ഇതിൽ വിളവെടുക്കാറായ 100ഓളം വാഴകളാണ് നശിച്ചത്. വൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായി സിദ്ദിഖ് പറഞ്ഞു. മുന്നുള്ള കൃഷിയാണിത്. ഓണം കണ്ടിട്ടാണ് ഈ നേന്ത്രവാഴ വെച്ചിട്ടുള്ളത്. 300ഓളം വാഴകൾ നമ്മൾ നട്ടിട്ടിരുന്നു. 2 ദിവസമായ കാറ്റിലും മഴയിലും 100ൽ കൂടുതൽ വാഴകൾ ഒടിഞ്ഞു വീണു. ഇനി 1 മാസം മൂപ്പുള്ള വാഴകളാണ്. അതുപോലെ തന്നെ പാവൽ, കയ്പ, പടവലം അതൊക്കെ ഇപ്പോൾ വെള്ളം കയറി നിൽക്കുകയാണ്. കൃഷി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വല്ലച്ചിറ ചെറുശ്ശേരി ശ്രീകൃഷ്ണപുരം ചൂരക്കാട്ട് പരേതനായ ചാത്തുഭാര്യ സരോജിനി നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. മക്കൾ സുകുമാരൻ, സുജീവൃതൻ, പ്രകാശൻ, സുമേഷ്, ഇന്ദിര, സുമതി, സുലുത. വെങ്ങിണിശ്ശേരി പറവത്ത് രാമൻ മകൻ വിജയൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. മാളിയേക്കൽ പെരിഞ്ചേരിക്കാരൻ പരേതനായ ജോസഫ് ഭാര്യ ഓമന നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. സ്വർണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6875 രൂപ, പവന് 55,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ആശുപത്രിയിലേക്ക് കുട്ടികൾക്കുള്ള നെബുലൈസേഷൻ മരുന്നുകൾ കൈമാറി. പാറളം പഞ്ചായത്തിലെ വിവിധ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണത്തിന് 1 മുറം പച്ചക്കറി കൃഷി മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരനും അമ്മാടം സ്വദേശിയുമായ പ്രൊഫസർ KK ഹിരണ്യൻ അന്തരിച്ചു. നാട്ടിക MLA CC മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തണൽ അംഗൻവാടിയുടെ ഉദ്ഘാടനം MLA CC മുകുന്ദൻ നിർവഹിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.